മായ എന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന ഒരു ഉത്തരം, ഇപ്പം നമ്മളൊരു ഇരുട്ടത്തൊരു കയറ് കണ്ടാൽ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധരിച്ച് ആ സമയത്ത് നമുക്കുണ്ടാവുന്നത് ആ പാമ്പിനോടുള്ള ഭയം, കാര്യങ്ങൾ ഒക്കെ നമുക്കുണ്ടാവുന്നു. പക്ഷെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് പാമ്പല്ല, അത് കയറാണെന്ന് മനസ്സിലാകുമ്പോൾ ആ ഭയം നമ്മളെ വിട്ടുപോകുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ മായ കാരണമാണ്. ഈ ശരിയായിട്ടുള്ള ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ നശിപ്പിക്കുന്നതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭയം നമ്മളെ വിട്ടകന്ന് നമ്മൾ വീണ്ടും ധൈര്യത്തിലേക്ക് വരും. അപ്പോൾ മായ ആക്രമിക്കാതിരിക്കണമെങ്കിൽ അതിന് ബാബ പറയുന്ന ഒരു കാര്യം, മായ എന്ന് പറഞ്ഞാൽ ശരിക്ക് നായയെ പോലെയാണെന്ന്. അതായത് ഒരു ഭവനത്തിൽ കാവലിൽ നിൽക്കുന്ന നായയെ പോലെയാണ് മായ. ഒരാൾ കടന്നു വന്നാൽ ഈ നായ കുരയ്ക്കും. അപ്പോൾ ഈ നായയുടെ കടിയേൽക്കാതെ നമുക്ക് ആ വീടിനുള്ളിലേക്ക് കടന്നു പോകണമെങ്കിൽ രണ്ട് മാർഗ്ഗമാണുള്ളത്. ഒന്നുകിൽ നമ്മൾ ഗേറ്റിൽ നിന്നിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥനെ വിളിക്കുന്നു, ഉടമസ്ഥൻ ഇറങ്ങി വരുന്നു, നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഉടമസ്ഥൻ്റെ അതേ രൂപത്തിൽ കടന്നു പോകുന്നു. നായ്ക്ക് മനസ്സിലാവില്ല ഇത് ഉടമസ്ഥനാണോ പുറത്തുള്ള ആളാണെന്ന് മനസ്സിലാവില്ല. ഈ രണ്ട് മാർഗ്ഗമാണ് ശരിക്ക് മായ എന്ന് പറയുന്ന നായയിൽ നിന്നുള്ള ഉപദ്രവം ഏൽക്കാതെ ഈ സംസാര സാഗരം കടന്നു പോകാനുള്ള മാർഗം. ഒന്നുകിൽ നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവാൻ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം ഭഗവാന്റെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അതേ രൂപത്തിൽ നമ്മൾ കടന്നു പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്ക് മായയെ അതിജീവിക്കാനുള്ള വഴികളായിട്ട് ഭഗവാൻ പറയുന്നത്.